ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച രണ്ടാൾക്കാരാണ് ഭഗവാന്റെ ഭാര്യമാര്, അല്ലെ? രുക്മിണി ദേവിയും സത്യഭാമാദേവിയും. ഭഗവാന്റെ കൂടെ ജീവിക്കുന്നതിലൂടെ അവർക്ക് അനേകം ജീവിത പാഠങ്ങൾ ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് പഠിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പഠിച്ച ഒരു വലിയ പാഠത്തിന്റെ കഥയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മറ്റേത് കഥയുമല്ലാട്ടോ, ഇത് തുലാഭാരത്തിന്റെ കഥയാണ്. ഗുരുവായൂർ പോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലും മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രധാനമായിട്ടുള്ളൊരു വഴിപാടാണ് തുലാഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ വഴിപാട് വരാനായിട്ട് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട്. അപ്പോൾ ആ കഥയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അഷ്ടഭാര്യമാരിൽ ഒരാളാണ് സത്യഭാമാദേവി. അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് സത്യഭാമാദേവി. മാത്രമല്ല സകല കലകളിലും നിപുണയുമാണ്. ഭൂമി ദേവിയുടെ ഒരു അവതാരമാണ് സത്യഭാമാദേവി. മാത്രമല്ല എല്ലാ കലകളിലും പ്രാവീണ്യം നേടിയ ഒരാളാണ് സത്യഭാമാദേവി. ഇത്രയേറെ ഗുണഗണങ്ങൾ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ദേവിക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള അഹങ്കാരവും മാത്രമല്ല താൻ എന്ന ഭാവവും ഒക്കെ ദേവിയിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ മാത്രം പ്രേമിക്കണം, തന്നെ മാത്രം ഇഷ്ടപ്പെടണം, മറ്റെല്ലാ ഭാര്യമാരേക്കാൾ തനിക്ക് പ്രാധാന്യം ലഭിക്കണം ഭഗവാന്റെ മുന്നിൽ എന്നുള്ള ചെറിയ രീതിയിലുള്ള ചിന്തകളൊക്കെ ദേവിയുടെ മനസ്സിൽ ഉണ്ട്. സത്യഭാമാദേവിയുടെ പിതാവായ സത്രാജിത്ത്, അദ്ദേഹം വളരെയേറെ ധനാഢ്യനായ ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു ഭാര്യമാരെക്കാൾ ധനം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സത്യഭാമാദേവി തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ രുക്മിണി ദേവിയുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദേവിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് തന്നെ വളരെയധികം സംഘർഷത നിറഞ്ഞ ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് ആണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ സത്യഭാമാദേവിയുടെ മനസ്സിൽ വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മറ്റു ഭാര്യമാരെക്കാൾ കൂടുതൽ പരിഗണനയും ഭഗവാന്റെ സ്നേഹവും തനിക്ക് മാത്രമായി ലഭിക്കണം എന്നുള്ളത്. പക്ഷേ ഇവിടെ രുക്മിണി ദേവി ആവട്ടെ ഭഗവാന്റെ ഏറ്റവും കൂടുതൽ സൗമ്യശീലയായ ഒരു ഭാര്യയാണ് രുക്മിണി ദേവി. അതായത് വളരെയധികം സിമ്പിളാണ്, വളരെ സാത്വികമായ ചിന്താഗതികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ദേവിയാണ് രുക്മിണി ദേവി. ഭഗവാൻ എല്ലാ കാര്യവും, ഭഗവാൻ എടുക്കുന്ന ഓരോ ഡിസിഷൻസിനും അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും, അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന് ദേവിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വളരെയധികം സിംപ്ലിസിറ്റിയുടെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ തന്നെയാണ് രുക്മിണി ദേവി. ഒന്നിനോടും അധികം വലിയ ആസക്തിയോ അഹങ്കാരമോ ഞാൻ എന്ന ഭാവമോ അങ്ങനെ ഒന്നും തന്നെ രുക്മിണി ദേവിക്കില്ല. രുക്മിണി ദേവി എന്നും ഭഗവാനിൽ അധിഷ്ഠിതയായിട്ട് തന്നെ ഇരിക്കും. ഭഗവാനിൽ മാത്രമേ ദേവിക്ക് അഭിനിവേശമുള്ളൂ. അതും ഭഗവാനെ പിടിച്ചു വെക്കണമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല രുക്മിണി ദേവി. രുക്മിണി ദേവി വളരെയധികം സാത്വികമായിട്ട് ഭഗവാനെ സ്നേഹിക്കും, പ്രണയിക്കും. ദേവിയുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ സാത്വികമായിട്ടുള്ളൊരു രീതിയിലായിരുന്നു. ഭഗവാന്റെ പരമഭക്തയായ ഭാര്യയാണ് രുക്മിണി ദേവി. അപ്പൊ ഈ കാര്യം അവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യഭാമാദേവിയുടെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാവുകയാണ്, ഭഗവാന് രുക്മിണി ദേവിയോടാണോ കൂടുതൽ ഇഷ്ടം, കൂടുതൽ സ്നേഹം, എന്നേക്കാൾ കൂടുതൽ രുക്മിണി ദേവിയോടാണോ കൂടുതൽ പ്രാധാന്യമെന്ന് സത്യഭാമാദേവിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നുകൂടിയിട്ട് ഒരുപാടധികം കാലങ്ങളായി. അതുകൊണ്ട് തന്നെ രുക്മിണി ദേവിയോട് ചെറിയ രീതിയിലുള്ള ഒരു അസൂയ സത്യഭാമാദേവിക്ക് ഉണ്ടായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ മനസ്സിൽ കൂടെ ഓടുന്ന എല്ലാ ചിന്തകളെയും ഗ്രഹിക്കാനുള്ള വലിയ ശക്തിയുണ്ട്. അദ്ദേഹം ദീർഘദർശിനിയാണല്ലോ. അപ്പോൾ സത്യഭാമാദേവിയുടെ മനസ്സിലൂടെ ഓടുന്ന ഈ ചിന്തയും അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, എന്തിനാണ് സത്യഭാമാദേവി രുക്മിണി ദേവിയോട് ഇത്തരം ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നത്? ഈ ഒരു മനോഭാവത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിവർത്തനം സംഭവിക്കണം എന്ന് ഭഗവാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനം നടപ്പിലാക്കുന്നത് വിവിധ ആൾക്കാരിലൂടെയാണ്, അല്ലെങ്കിൽ വിവിധ വ്യക്തികളിലൂടെയാണ്, അല്ലെ? അപ്പോൾ ഈ തീരുമാനം അദ്ദേഹം നടപ്പിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പരമഭക്തനായ, എല്ലാവരുടെയും കയറി ചെല്ലാൻ അധികാരമുള്ള ഒരു വ്യക്തിയായ നാരദ മുനിയിലൂടെയാണ്. അങ്ങനെ ഒരിക്കൽ നാരദ മുനി ദ്വാരകയിലേക്ക് എത്തുകയാണ്. നാരദ മുനി എവിടെ ചെന്നാലും അവിടെ ഒരു ഉദ്ദേശം ഉണ്ടാവും, അവിടെ ഒരു കാരണവും ഉണ്ടാവും. ഒരു കാര്യമില്ലാതെ നാരദ മുനി എവിടെയും കയറി ചെല്ലാറില്ല. അങ്ങനെ ദ്വാരകയിലേക്ക് നാരദ മുനി എത്തുന്നതിനും ഒരു വലിയ കാര്യം ഉണ്ട്.
ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിക്ക് ഒരു പാരിജാത പൂവ് സമ്മാനമായിട്ട് നൽകി. അപ്പൊ ഇത് കണ്ട് വളരെയധികം ദേഷ്യം തോന്നുന്ന സത്യഭാമ ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെയും കൂട്ടി ദേവേന്ദ്രന്റെ ലോകമായ ഇന്ദ്രലോകത്തിലേക്ക് പോയി ആ പാരിജാതത്തിന്റെ ആ മരം തന്നെ കൊണ്ടുവന്ന് ദ്വാരകയിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചു. പക്ഷേ ആ ഒരു മരം പൂത്തുലഞ്ഞ് പൂക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ആ മരത്തിലെ എല്ലാ പൂക്കളും രുക്മിണി ദേവിയുടെ അന്തഃപുരത്തിലേക്കാണ് വീഴുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴും സത്യഭാമ ദേവിക്ക് വളരെയധികം ദേഷ്യവും വളരെയധികം വിദ്വേഷമൊക്കെ രുക്മിണി ദേവിയോട് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പരിതസ്ഥിതി കാണുന്ന നാരദ മുനി സത്യഭാമ ദേവിയോടായിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ സത്യഭാമ ദേവി, ഭഗവാന്റെ സ്നേഹം മുഴുവൻ ഭഗവാന് രുക്മിണി ദേവിയോട് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടല്ലേ ഒരു പൂ രുക്മിണി ദേവിക്കാണ് ആദ്യമായി സമ്മാനമായി നൽകിയത്. അതാ അവിടുന്ന് സത്യഭാമ ദേവി വളരെയധികം വാശി പിടിച്ച് ആ ഒരു മരം തന്നെ കൊണ്ടുവന്ന് ദ്വാരകയിലേക്ക് നട്ടു. പക്ഷേ ഭഗവാന്റെ മനസ്സിന്റെ ഇഷ്ടം പോലെ തന്നെ അതിൽ പൂക്കളൊക്കെ വീഴുന്നത് എവിടെയാണ്? രുക്മിണി ദേവിയുടെ അന്തഃപുരത്തിൽ തന്നെയാണ്. ഇത്തരം വാക്കുകൾ പറയുന്നതിലൂടെ സത്യഭാമ ദേവിയുടെ ഉള്ളില് ഒരു ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ ദേഷ്യം മുന്നോട്ട് പോയി വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്വയം ആ കൊട്ടാരത്തിലും രുക്മിണി ദേവിയുടെ മുന്നിലും ഭഗവാന്റെ മുന്നിലും മാത്രമല്ല നാരദ മുനിയുടെ മുന്നിലടക്കം ചെറുതായി പോവുകയാണ് എന്നുള്ളൊരു തോന്നൽ സത്യഭാമ ദേവിയുടെ ഉള്ളില് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവുകയാണ്. അത് സത്യഭാമ ദേവിക്ക് വളരെയധികം അസ്വസ്ഥതയും വളരെയധികം ദേഷ്യമൊക്കെ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇതെല്ലാം മനസ്സിലുണ്ടായിട്ട് പോലും സത്യഭാമ ദേവിക്ക് നാരദ മുനിയുടെ മുന്നിൽ അങ്ങനെ അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. സത്യഭാമ ദേവി നാരദ മുനിയോട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനെയല്ല, ഭഗവാനെ എന്നോട് തന്നെയാണ് വളരെയധികം വലിയ സ്നേഹം. കാരണം ഭഗവാൻ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് എന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. ഞാനാണ് ഭഗവാന്റെ മറ്റു ഭാര്യമാരെക്കാൾ എല്ലാവരെക്കാൾ സുന്ദരി ഞാനാണ്. ഞാൻ വലിയൊരു ധനാഢ്യയാണ്. മാത്രമല്ല ഞാൻ സകല കലകളിലും നിപുണയാണ്. അതുകൊണ്ട് എന്നോട് തന്നെയാണ് ഭഗവാനെ ഏറ്റവും വലിയ ഇഷ്ടം ഇങ്ങനെ നാരദ മുനിയോട് പറഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് സത്യഭാമ ദേവി. അപ്പോ സത്യഭാമ ദേവി ഇത്രയും പറയുമ്പോഴും നാരദ മുനി ഒരേ ഒരു കാര്യം അടിച്ചു പറയുക, അതായത് ഇല്ല, ഭഗവാന് രുക്മിണി ദേവിയോട് മാത്രമാണ് ഇഷ്ടം. രുക്മിണി ദേവി അങ്ങ് നോക്കൂ, വളരെ എന്തൊരു സാത്വികമായ ഒരു സ്വഭാവമാണ് ദേവിക്ക്. ഭഗവാനോടുള്ള ഭക്തി മാത്രമല്ല എല്ലാം ഭഗവാന് സമർപ്പിച്ചാണ് ദേവി ജീവിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന് രുക്മിണി ദേവിയോടാണ് കൂടുതൽ ഇഷ്ടം. ദേവിക്ക് അങ്ങനെ ഒന്നിനോടൊരു ആസക്തിയോ ഒന്നിനോടൊരു ഭ്രമോ അങ്ങനെ ഒന്നുമില്ല. ദേവിക്ക് സ്വയം സൗന്ദര്യവതിയാണ് എന്നുള്ളൊരു ചിന്തയോ ഒന്നും തന്നെ ഇല്ല എന്ന് നാരദ മുനി വളരെയധികം അടിച്ചടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ രുക്മിണി ദേവിയുടെ സ്വഭാവം വളരെയധികം ഭഗവാൻ ഇഷ്ടമായതുകൊണ്ടാണല്ലോ പാരിജാത പൂക്കളെ രുക്മിണി ദേവിക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. അതല്ലെങ്കിൽ ഭഗവാൻ അത് സത്യഭാമ ദേവിക്കല്ലേ തരുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള സംസാരം നാരദ മുനിയുടെ ഭാഗത്തുനിന്നും വരികയാണ്. അപ്പോ നാരദ മുനിയുടെ വാക്കുകൾ കേട്ട് വളരെയധികം തകർന്ന് നിന്നുപോയി സത്യഭാമ ദേവി. അപ്പോൾ നാരദ മുനി സത്യഭാമ ദേവിയോടായിട്ട് പറഞ്ഞു, ദേവി ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദേവിയുടെ ഈ ഒരു പരിതസ്ഥിതി മറികടക്കാനായിട്ട് എൻ്റെ കയ്യിൽ വലിയൊരു ഉപായമുണ്ട്. ഞാനത് ദേവിക്ക് പറഞ്ഞു തരാം. ദേവി പക്ഷെ അതുപോലെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഭഗവാൻ ദേവിക്ക് എന്നേക്കുമായി സ്വന്തമാവുള്ളൂ എന്ന് നാരദ മുനി മെല്ലെ ദേവിയോട് കാര്യം പറയുകയാണ്. നാരദ മുനിയുടെ ഈ ഒരു വാക്കുകൾ കേൾക്കുന്ന സത്യഭാമ ദേവിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. കാരണം ഭഗവാനെ തനിക്ക് മാത്രമായിട്ട് കിട്ടുക, ഭഗവാന്റെ സ്നേഹം എല്ലാം തനിക്ക് മാത്രമായിട്ട് ലഭിക്കുക, ഭഗവാൻ തൻ്റെ മാത്രം സ്വന്തമാവുക എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീക്കും കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അപ്പൊ ഭഗവാന്റെ ഭാര്യയ്ക്ക് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്രയും സന്തോഷമാവുകയാണ് സത്യഭാമ ദേവി. എന്നിട്ട് അങ്ങനെ ദേവി നാരദ മുനിയോട് പറയുകയാണ്, പെട്ടെന്ന് പറയൂ നാരദ മുനി, നാം എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ എനിക്ക് എന്നേക്കുമായിട്ട് എനിക്ക് മാത്രമായിട്ട് ലഭിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നാരദ മുനിയോട് ദേവി ചോദിക്കുകയാണ്. അപ്പോൾ ദേവിയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന നാരദ മുനി ആ ഒരു ഉപായം ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നാരദ മുനി സത്യഭാമ ദേവിയോടായിട്ട് പറയുകയാണ്, ദേവി ശ്രദ്ധയോടെ കേൾക്കണം. ദേവി ഒരു വ്രതമുണ്ട്, അതായത് ആ വ്രതം അനുഷ്ഠിക്കണം. ഒരു ദിവസം നിർജ്ജലായിട്ട് ഭഗവാനെ മനസ്സിൽ ആരാധിച്ചിട്ട് ആ ഒരു വ്രതം എടുക്കണം. ആ വ്രതത്തിന്റെ അവസാനം ദേവി ഒരു ദാനം കൊടുക്കണം. ആ ദാനം നമുക്കാണ് തരേണ്ടത്. ആ ദാനം എങ്ങനെയാണ് തരേണ്ടത് എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭാരത്തിന് അത്രയും, ഭഗവാന് എത്ര ഭാരമുണ്ടോ അത്രയും ഒരു അളവില് ഒരു ഉൽപ്പന്നത്തെ നമുക്ക് ദാനമായി നൽകണം. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഭാരം ആ ഒരു ഉൽപ്പന്നവുമായിട്ട് ഒന്ന് ചേർന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ദേവിക്ക് ഭഗവാനെ എന്നേക്കുമായിട്ട് ദേവിയുടെ സ്വന്തമായിട്ട് ലഭിക്കും. എനിക്ക് ആ ഉൽപ്പന്നം ലഭിക്കുകയും ചെയ്യും. അതായത് ഒരു തട്ടിൽ ഭഗവാനെ ഇരുത്തുക, അടുത്ത തട്ടിൽ ആ ഒരു ഉൽപ്പന്നം വെക്കുക. എന്ത് ഉൽപ്പന്നം വേണം എന്നുള്ളത് ദേവി തീരുമാനിച്ചോളൂ എന്നതാണ് നാരദമുനി ദേവിക്ക് കൊടുക്കുന്ന ഒരു ഉപായം എന്ന് പറയുന്നത്. അങ്ങനെ നാരദമുനി പ്രത്യേകം പറയുകയും ചെയ്തു, ഈ വ്രതം എടുക്കുന്ന
എടുക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ചു വേണം എടുക്കാൻ. മാത്രമല്ല ദാനം തരുന്ന സമയത്ത് ആ വസ്തു ഭഗവാന്റെ ഭാരത്തിനനുസരിച്ച് ആ വസ്തു അങ്ങയുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്രതം എന്ന് പറയുന്നത്, ആ ഒരു ദാനം എന്ന് പറയുന്നത് അത്രയും ഇതായി പോവും, അത്രയും ശൂന്യമായിട്ട് പോവും. പിന്നെ ഭഗവാൻ എന്നേക്കും എൻ്റെ ദാസനായി മാറും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം ഈ ഒരു വ്രതം അനുഷ്ഠിക്കാനായിട്ട്, മാത്രമല്ല ദാനം നൽകാനായിട്ടും എന്ന് നാരദമുനി ദേവിയോട് വളരെയധികം കൃത്യമായി പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന സത്യഭാമ ദേവിക്ക് വളരെയധികം സന്തോഷമായി. ദേവി പറയാ, ഇത്രേ ഉള്ളോ കാര്യം? അങ്ങനെ ചോദിക്കും, ഇത് എത്ര വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്ന് അറിയോ നാരദമുനി? എന്നെ സംബന്ധിച്ച് ഇത് വളരെ നിസ്സാരമാണ്. നാരദമുനി പോയിട്ട് നാളെ വരൂ, ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു വ്രതം അനുഷ്ഠിച്ച് അങ്ങേക്ക് ദാനം നൽകാം. എന്ത് ഉൽപ്പന്നമാണ് എന്നുള്ളത് ഞാൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമാദേവി നാരദനെ പറഞ്ഞു വിടുകയാണ്. നാരദമുനി വിടവാങ്ങുന്നതിന് മുൻപ് സത്യഭാമാദേവിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ദേവി, ഭഗവാന്റെ ഭാരത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ദേവിയുടെ കയ്യിലുണ്ടോ, ദേവിയുടെ കൈവശമുണ്ടോ എന്ന് നാരദമുനി സത്യഭാമാദേവിയോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ സത്യഭാമാദേവി വലിയ ഗർവോടുകൂടി നാരദമുനിയോടായിട്ട് പറയുകയാണ്, നാരദമുനി, അങ്ങ് എന്നോടാണോ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്? എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അങ്ങേക്ക് അറിയാമോ? എൻ്റെ കയ്യിൽ അമൂല്യമായ രത്നങ്ങളും സ്വർണങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എത്രമാത്രം ഉണ്ട് എൻ്റെ കയ്യിൽ എന്ന് അങ്ങേക്ക് അറിയാമോ? അതുകൊണ്ട് ഭഗവാന്റെ ഭാരത്തിന് തുല്യമായിട്ട് വെക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന് സത്യഭാമാദേവി നാരദമുനിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നാരദമുനി വിടവാങ്ങിയതിനു ശേഷം അന്നേ ദിവസം തന്നെ ദേവിയുടെ പരിചാരകരെയൊക്കെ ഭഗവാന്റെ സമീപം അയക്കുകയാണ്. എന്തിനാ? ഭഗവാന്റെ ഭാരം അളക്കാനായിട്ട്, ഭഗവാന്റെ എത്രയുണ്ട്, ഭഗവാന്റെ ഭാരം എന്നൊക്കെ അളക്കാനായിട്ട് സത്യഭാമാദേവി ദേവിയുടെ പരിചാരകരെ ഭഗവാന്റെ സമീപമായിട്ട് അയക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഈ പരിചാരകരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഭഗവാനെ അളക്കുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം, എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, അറിയില്ല ഭഗവാനെ, സത്യഭാമാദേവിയുടെ ഉത്തരവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദേവി അടുത്ത ദിവസം കഠിനമായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കാനായിട്ട് തുടങ്ങി. ദേവിയുടെ മനസ്സിൽ ഭഗവാനോടുള്ള സ്നേഹവും ഭയങ്കര ഒരു ഇഷ്ടവും ഭഗവാനോടുള്ള പ്രേമവും ഒക്കെ നിറഞ്ഞിങ്ങനെ കവിയാണ്. മാത്രമല്ല വളരെ ആനന്ദത്തിലാണ് ദേവി. ഈ ഒരു ദിവസം കഴിഞ്ഞ ആ ഒരു ദാനം എന്ന് പറയുന്ന പ്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ എന്നേക്കുമായി എൻ്റെ സ്വന്തം മാത്രമാണ്. ആർക്കും ഭഗവാന്റെ മേലെ ഒരു അവകാശമോ അധികാരമോ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നല് ദേവിയുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ ദേവി ആ ഒരു ദിവസം മുഴുവൻ നിർജ്ജലമായിട്ട് വലിയ രീതിയിൽ വ്രതമൊക്കെ എടുത്തു. അടുത്ത ദിവസം രാവിലെ നാരദമുനി ദ്വാരകയിലേക്ക് വരികയാണ്. അങ്ങനെ നാരദമുനി ദേവിയോട് ചോദിച്ചു, ദേവി വ്രതം അനുഷ്ഠിച്ചുവോ, വളരെ ചിട്ടയോടുകൂടി വ്രതം അനുഷ്ഠിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പൊ ദേവി പറഞ്ഞു, അതേ നാരദമുനി, ഞാൻ വളരെ ഭക്തിയോടുകൂടിയും ഭഗവാനോടുള്ള സ്നേഹത്തോടു കൂടിയും ഞാൻ ആ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി, നമുക്ക് ദാനം തന്നോളൂ, നമുക്ക് എന്താണ് അങ്ങ് ദാനം തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദേവി എന്ന് ചോദിച്ചു. അപ്പോൾ ദേവി പറഞ്ഞു, ഞാൻ സ്വർണ്ണ രത്നങ്ങളാണ് ഞാൻ ഭഗവാന്റെ ഭാരത്തിന് തുല്യമായിട്ട് അങ്ങേക്ക് ദാനം നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി, കൊണ്ടുവന്നോളൂ, നമുക്ക് ഭഗവാന്റെ ഭാരം അളന്ന് അതിനനുസരിച്ചിട്ടുള്ള സ്വർണവും രത്നവും ഒക്കെ ദേവി എനിക്ക് ദാനം തന്നോളൂ, ഭഗവാനെ ദേവിക്ക് എന്നേക്കുമായിട്ട് നൽകാം എന്ന് നാരദമുനിയും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ദേവിയുടെ മനസ്സിൽ ഇങ്ങനെ കുളിര് കോരുകയാണ്. അങ്ങനെ ദേവിയുടെ പരിചാരകരെയൊക്കെ വിളിച്ച് ഭഗവാന്റെ ഭാരത്തിനനുസരിച്ച് ദേവി തയ്യാറാക്കി വെച്ച് എടുത്തു മാറ്റി തയ്യാറാക്കി വെച്ച് ആ ഒരു സ്വർണവും രത്നവും വൈഡൂര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഭഗവാനാവട്ടെ അങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് വലിയൊരു തുലാസ് എടുത്തു, വലിയൊരു ത്രാസ്. ആ ത്രാസിന്റെ ഒരു തട്ടില് ഭഗവാനോട് ഇരിക്കാനായിട്ട് ദേവി ആവശ്യപ്പെട്ടു. അങ്ങനെ അടുത്ത തട്ടില് ദേവി തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സ്വർണവും രത്നവും വൈഡൂര്യങ്ങളൊക്കെ ദേവി ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. എടുത്തു വെക്കുന്നുണ്ട്. ഭഗവാന്റെ ഇവിടെ ഇതിനൊരു അനക്കോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അങ്ങനെ ദേവി ഇങ്ങനെ പതുക്കെ ഓരോന്ന് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ദേവിയുടെ മനസ്സിനൊന്നും ഒരു പ്രശ്നമില്ല. ദേവി ഇങ്ങനെ ഇനിയും ഉണ്ടല്ലോ, നാം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ദേവി നിൽക്കുന്നത്. അങ്ങനെ ദേവി സ്വർണ്ണമൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണം, രത്നം, വൈഡൂര്യം, അങ്ങനെ വൈര്യം എല്ലാം ദേവി ഇങ്ങനെ ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ തട്ട് അങ്ങനെ താഴ്ന്നു തന്നെ ഇരിക്കുന്നുണ്ട്. അതായത് മാരാരിരിക്കുന്ന തട്ടെന്നും താഴ്ന്നു തന്നെ അവിടെ കിടക്കുകയാണ്. അപ്പൊ ദേവിക്ക് ചെറിയൊരു ഉത്ഭയമൊക്കെ വന്നു തുടങ്ങി സത്യഭാമാദേവിയുടെ ഉള്ളില്. അങ്ങനെ ദേവി മാറ്റി വെച്ചിരുന്ന എല്ലാ സ്വർണവും, അതായത് ഭഗവാന്റെ ഭാരത്തിനനുസരിച്ച് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ സ്വർണവും ആഭരണങ്ങളും രത്നങ്ങളൊക്കെ വെച്ചു. ഭഗവാന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു മാറ്റവും ആ തട്ടിന് വരുന്നില്ല. ദേവിയുടെ നെഞ്ചൊന്ന് കാളി.
അപ്പോൾ ദേവി എന്ത് ചെയ്തു, മറ്റ് ദേവിയുടെ സ്വർണം ബാക്കിയുണ്ടല്ലോ, ഇനി ഒരുപാട് സ്വർണ്ണങ്ങൾ ദേവിക്കുണ്ടല്ലോ, അപ്പോൾ അതും എടുത്ത് വെച്ചു. പിന്നെയും ഭഗവാന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവിക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു നെഞ്ചെടുപ്പ്, ദേവിയുടെ നെഞ്ചെടുപ്പ് കൂടി വരികയാണ്. അപ്പോൾ ദേവി വീണ്ടും ദേവിയുടെ കയ്യിലുള്ള മറ്റ് അമൂല്യമായ സ്വർണവും രത്നവും ഒക്കെ എടുത്തു വയ്ക്കുന്നുണ്ട്. പിന്നെയും അവിടെ ഭഗവാന്റെ തട്ടിന് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അങ്ങനെ ദേവിയുടെ കൈവശമുള്ള എല്ലാ സ്വർണവും കഴിഞ്ഞു. അപ്പോൾ ദേവി അണിഞ്ഞിരിക്കുന്ന സ്വർണം കൂടെ ദേവി ഊരിയിട്ട് ആ ഒരു തുലാസിന്റെ തട്ടിൽ വെക്കുന്നുണ്ട്. അപ്പോഴും ഭഗവാന്റെ തട്ട് താഴെ തന്നെ ഇരിക്കുന്നുണ്ട്, അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ദേവി ആകെ ഭയപ്പെട്ടു തുടങ്ങി. ഭഗവാന്റെ തട്ടിന് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ദേവി എന്ത് ചെയ്യുന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ദേവി ഭഗവാന്റെ മറ്റു ഭാര്യമാരോടൊക്കെ സ്വർണ്ണം ആവശ്യപ്പെട്ടു. അങ്ങനെ രുക്മിണി ദേവിയുടെ അടുത്ത് പോകാനായിട്ട് ദേവിക്ക് വളരെയധികം മടി തോന്നുകയാണ്. കാരണം രുക്മിണി ദേവിയെ സത്യഭാമ ദേവിയുടെ മനസ്സിൽ ദേവി ഒരു മാറ്റി നിർത്തിയിട്ടുള്ളൊരു രീതിയിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വേറെ ഭാര്യമാരുടെയൊക്കെ സ്വർണ്ണമൊക്കെ എടുത്തു വെച്ചു, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഭഗവാന്റെ ആ തട്ടിന്. അങ്ങനെ അവസാനം രുക്മിണി ദേവിയോട് പോയി. രുക്മിണി ദേവിക്ക് ഈ കഥകളൊന്നും അറിയില്ല കേട്ടോ. കാരണം ദേവിയുടെ കാര്യങ്ങളായിട്ട് അങ്ങനെ ഭഗവാനും ദേവിയും ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. ഭക്തിയും പ്രാർത്ഥനയും പിന്നെ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് രുക്മിണി ദേവി. അപ്പോൾ മെല്ലെ സത്യഭാമ ദേവി വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ രുക്മിണി ദേവിയുടെ അടുത്ത് ഈ ഒരു കാര്യം പോയി പറഞ്ഞു. ഇങ്ങനെ ഞാനൊരു വ്രതം അനുഷ്ഠിച്ചു, ഭഗവാന്റെ ഭാരത്തിന് അത്രയുമുള്ളൊരു സ്വർണം നൽകി ഭഗവാനെ വാങ്ങാൻ, അതായത് ഭഗവാനെ എന്നേക്കുമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു രുക്മിണി ദേവിയോട്. വേറെ ഒരു നിവൃത്തി ഇല്ലാതെയാണ് സത്യഭാമ ദേവി രുക്മിണി ദേവിയോട് ഈ ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെ ഈ കഥകളൊക്കെ കേൾക്കുന്ന രുക്മിണി ദേവി ആകെ അന്തപ്പെട്ടു. ദേവിക്ക് ആകെ അതിശയിച്ചു പോയി. ദേവി സത്യഭാമ ദേവിയോടായിട്ട് ചോദിക്കുകയാണ്, എന്ത് അവിവേകമാണ് സത്യഭാമ നീ ഈ പ്രവർത്തിച്ചത്? ഭഗവാനെ അളക്കാൻ മാത്രം നീ വളർന്നുവോ? ഭഗവാനെ അളക്കുകയാണോ നീ ചെയ്തത്? ഭഗവാനെ അങ്ങനെ ആർക്കെങ്കിലും സ്വന്തമായിട്ട് ലഭിക്കുമോ? ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വപ്രപഞ്ചത്തിന്റെ നാഥനല്ലേ? ആ നാഥന്റെ കീഴിൽ കഴിയുന്ന വെറും സാധാരണ സ്ത്രീകളല്ലേ നമ്മൾ. അപ്പോൾ ഭഗവാനെ അളക്കുക, ഭഗവാനെ വാങ്ങുക എന്നൊക്കെ പറയുന്നത് എത്ര വലിയ അവിവേകമാണ് സത്യഭാമ നീ പ്രവർത്തിച്ചത് എന്ന് സത്യഭാമ ദേവിയോടായിട്ട് രുക്മിണി ദേവി പറയുന്നത്. രുക്മിണി ദേവിയുടെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോഴാണ് താൻ പ്രവർത്തിച്ച അവിവേകത്തിന്റെ തീവ്രത എത്രയുണ്ട് എന്നുള്ളത് സത്യഭാമ ദേവി മനസ്സിലാക്കുന്നത്. ദേവി വളരെയധികം ദുഃഖത്തോടുകൂടി രുക്മിണി ദേവിയുടെ കാൽക്കലിൽ വീണ് പറഞ്ഞു, രുക്മിണി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, കാരണം ഇല്ലെങ്കിൽ ഈ ഒരു വ്രതം അല്ലെങ്കിൽ ഈ ഒരു ദാനം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭഗവാൻ എന്നേക്കുമായി നാരദ മുനിയുടെ ദാസനായി മാറും. അതുകൊണ്ട് രുക്മിണി ഈ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് കരകയറാൻ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് രുക്മിണി ദേവിയോട് അപേക്ഷിക്കുകയാണ് സത്യഭാമ ദേവി. എല്ലാം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് രുക്മിണി ദേവിയുടെ പൂജാമുറിയിൽ നിന്നുകൊണ്ടാണ്. ഇത്രയും കേൾക്കുന്ന രുക്മിണി ദേവി വളരെയധികം സങ്കടപ്പെട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ ആ ഒരു ബിംബത്തിന്റെ താഴെ സമർപ്പിച്ച ഒരു തുളസിയുടെ ഒരു കതിർ അതെടുത്തുകൊണ്ട് വന്ന് ഓടി വരികയാണ്. തുളസി കതിർ എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രുക്മിണി ദേവി ഓടി വരികയാണ്. അതായത് ആ ഒരു തുലാസിൽ ഭഗവാൻ ഇരിക്കുന്ന ആ തുലാസ് കാണാനും ആ ഒരു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനൊക്കെ വേണ്ടി ഓടി വരികയാണ്. ദേവിയുടെ കയ്യിൽ ഈ ഒരു തുളസി കതിരുണ്ട്. അങ്ങനെ ദേവി ചെല്ലുമ്പോൾ ദേവി കാണുക ഒരു ത്രാസിന്റെ തട്ടില് ഭഗവാനെ ഇരുത്തിയിരിക്കുന്നു. അടുത്ത തട്ടിലാകട്ടെ അത്രയേറെ സ്വർണവും രത്നവും വൈര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവി വളരെ നന്നായി പ്രാർത്ഥിച്ച് ദേവിയുടെ എല്ലാ ഭക്തിയും സ്നേഹവും എല്ലാം ആ തുളസി കതിരിൽ സമർപ്പിച്ച് ആ ഒരു തട്ടില്, അതായത് സ്വർണ്ണരത്ന വൈഡൂര്യങ്ങളാൽ നിറഞ്ഞ ആ തട്ടില് ദേവി സമർപ്പിച്ചു. വളരെ അതിശയം എന്ന് പറയട്ടെ, രുക്മിണി ദേവി ആ ഒരു തുളസി കതിർ സമർപ്പിച്ച മാത്രയിൽ തന്നെ ആ ഒരു തുളസി കതിർ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തട്ട് നിലമൊട്ടുകയും ഭഗവാന്റെ തട്ട് അങ്ങ് ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം കാണുന്ന അത്രയും ആൾക്കാർ, അത്രയും സഭയിലുള്ള അത്രയും ആൾക്കാർ വളരെയധികം അതിശയിച്ചു പോയി. സത്യഭാമ ദേവിക്ക് അപ്പോഴാണ് താൻ പ്രവർത്തിച്ചതിൻ്റെ ഒരു ആക്കം, താൻ എന്ത് ഒരു വിഡ്ഢിത്തരാണ് പ്രവർത്തിച്ചത് എന്ന് ദേവിക്ക് ആ ഒരു സമക്ഷം തന്നെ ആ ഒരു സമയത്ത് തന്നെ മനസ്സിലാവാനായിട്ട് സാധിച്ചു. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. അതായത് ഈ സർവ്വ പ്രപഞ്ചവും ഭഗവാന്റെ കൈൻ്റെ ഉള്ളിലാണ്. അത്രയും വലിയൊരു മനുഷ്യനെ അല്ലെങ്കിൽ അത്രയും ഒരു പ്രപഞ്ചനാഥനെ
വെറും ഒരു സ്വർണ്ണ രത്നമൊക്കെ വെച്ച് നമ്മൾ അളക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ, അതും ഭഗവാന്റെ കൂടെ വസിക്കുന്ന ആളാണ്, ഭഗവാന്റെ പ്രിയ പത്നിയാണ്. ആ പ്രിയ പത്നിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം രീതിയിലുള്ളൊരു പ്രവൃത്തി വന്നപ്പോൾ അത് എത്ര അവിവേകമായിപ്പോയി എന്ന് അപ്പോഴാണ് സത്യഭാമാദേവി മനസ്സിലാക്കുന്നത്. കാണുന്ന സത്യഭാമാദേവി രുക്മിണി ദേവിയോടായിട്ട് ഇരു കൈകളും കൂപ്പി പറയുകയാണ്, അതായത് ഞാൻ പ്രവർത്തിച്ച വലിയ അവിവേകത്തിന് നീ എനിക്ക് പഠിപ്പിച്ചു തന്ന വലിയ പാഠമാണ്. അതായത് ഭഗവാനെ നമുക്ക് നമ്മുടേതാക്കാൻ ഭക്തിയും വിശ്വാസവും ഭഗവാനോടുള്ള സമർപ്പണവുമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് രുക്മിണി ദേവി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് രുക്മിണി ദേവിയിലൂടെ ശരിക്കും അത് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ് കേട്ടോ. കാരണം ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കാൻ പല 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 മാർഗങ്ങളുണ്ട്, പല പല രീതികളുണ്ട്. ആ രീതിയും ഉപായവും ഒക്കെ ആയി മാറുകയാണ് നാരദമുനിയും രുക്മിണി ദേവിയും ഒക്കെ. ഈ ഒരു സംഭവത്തിലൂടെ സത്യഭാമാദേവിയുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന എല്ലാ അഹന്തയും ഞാൻ എന്ന ഭാവവും എല്ലാം അവിടെ അവസാനിക്കുകയാണ്. സത്യഭാമാദേവിയും വളരെയധികം സാത്വികമായ ഒരു മനോഭാവത്തിലേക്ക് പതുക്കെ പതുക്കെ മാറി മാറി വരികയാണ്. അതായത് ഭഗവാൻ എന്ന് പറയുന്ന ആള് സർവ്വപ്രപഞ്ചത്തിലുണ്ട്. എന്നിലും നിന്നിലും എല്ലാത്തിലും, എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിയിലും ഭഗവാനുണ്ട്. ആ ഭഗവാനെ വില കൊടുത്ത് വാങ്ങുക, അല്ലെങ്കിൽ ആ ഭഗവാനെ വില പറഞ്ഞ് സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഭക്തിയിലൂടെയും സമർപ്പണത്തിലൂടെയും മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊന്നിലും ഭഗവാനെ നമുക്ക് വാങ്ങാനോ അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് നമ്മുടേതാക്കാനോ സാധിക്കില്ല. ഭക്തിയും സമർപ്പണവും മാത്രമല്ല, ആ ഒരു വിശ്വാസം, ഭഗവാനോടുള്ള വിശ്വാസത്തിന് വളരെയേറെ വലിയ പ്രാധാന്യമുണ്ട്. വിശ്വാസത്തിലൂടെ നമുക്ക് ഭക്തി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരേ ഒരു തവണ നമ്മൾ ഭഗവാനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് പരിസ്ഥിതി ഉണ്ടെങ്കിലും നമ്മൾ ഭഗവാനിൽ നിന്ന് വിട്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സത്യമാണ്. മാത്രമല്ല, അത് അനുഭവിച്ച ആൾക്കാർക്ക് അത് വളരെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. തുലാഭാരത്തിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഞാൻ ഈ കഥ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.